വിഷയം വ്യാപകമായി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നമുക്കറിയാം, പ്രത്യേകിച്ചും ഈ ഓപ്പറേഷൻ സിന്ദൂർ അത് നടന്ന് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം അത് വളരെയധികം മോശമായ അവസ്ഥയിലാണ്. പാകിസ്ഥാൻ ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ വെടിനിർത്തലുമായി സഹകരിച്ച് നിൽക്കുകയാണ് എങ്കിലും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. നമസ്കാരം. 12 ജൂൺ 2025, അതായത് ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഭാരതീയരൊന്നും മറക്കാത്തൊരു ദിവസം അല്ലേ. ഞാനിന്ന് ഓഫീസിലിരിക്കുന്ന സമയത്താണ് ഈ ഒരു ട്രാജിക് ഇൻസിഡൻറ്റിൻ്റെ ന്യൂസ് കേട്ടിട്ടുള്ളത്. എയർ ഇന്ത്യയുടെ ബോയിങ് 787 ഡ്രീം ലൈനർ അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്നും ലണ്ടനിലേക്ക് പോകുന്ന ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം മിനിറ്റുകൾക്ക് ഉള്ളിൽ ക്രാഷായി എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് വരുന്നു. ഉടനെ തന്നെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലെല്ലാം പ്രചരിക്കുന്നു. അതായത് നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ നോക്കുന്ന സമയത്ത് ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന പോലെ തോന്നും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഒരു വിതിൻ ഫ്യൂ സെക്കൻഡ്സ് ഇത് നേരെ ഒരു മരത്തിൻ്റെ പുറകിൽ വീണ് ഇടിച്ച് തീഗോളമായിട്ട് മാറുന്ന ആ ഒരു കാഴ്ച കണ്ടിട്ടുള്ള ഇത് കണ്ടുവിട്ടുള്ള ഒരുവിധം എല്ലാവർക്കും ഒറ്റയടിക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിലിനി സർവൈവേഴ്സ് ഉണ്ടായിരിക്കില്ല എന്ന്. പിന്നെയാണ് 240 പരം ആൾക്കാർ അതിലുണ്ടായിരുന്നു എന്ന് മനസ്സിലാവുന്നു, ഇൻക്ലൂഡിങ് ക്രൂ. പിന്നെ ഇത് ഇടിച്ചിറങ്ങിയത് ഒരു അടുത്തുള്ള ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റലിലേക്കാണ്. അവിടെ ലഞ്ച് ടൈമാണ്. അവരുടെ മെസ് ഹോളിൻ്റെ ആ സൈഡിലേക്കാണ് ഇത് ഇടിച്ചിറങ്ങിയത്. ക്രൗഡഡ് ഏരിയയിലേക്കാണ്, ജനവാസ മേഖലയിലാണ് ഈ ഒരു ഫ്ലൈറ്റ് ക്രാഷ് ആയതെന്ന് മനസ്സിലാവുന്നു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇങ്ങനത്തെ ഓരോ അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻസ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ, ഭഗവാനെ ആർക്കൊന്നും പറ്റരുത് എന്നുള്ളത്. എന്തോ മനസ്സിൻ്റെ ഉള്ളിൽ നമുക്കത് ന്യൂസ് കേട്ട ഓരോ വ്യക്തികൾക്കും നമുക്ക് തോന്നിയിട്ടുണ്ടാവും. ആ ഒരു വീഡിയോ കാണുന്ന സമയത്തും അതെ, ഇതിലാരും രക്ഷപ്പെടാൻ ചാൻസ് ഇല്ല എന്നുള്ളതല്ലേ. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഏറ്റവും ലേറ്റസ്റ്റായിട്ട് വന്നിട്ടുള്ള ഒരു ന്യൂസ് പ്രകാരം ഒരു വ്യക്തി ഈ ഒരു ക്രാഷ് സർവൈവ് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ പേര് രമേശ് വിശ്വാസ് കുമാർ ബുച്ചർവാഡ എന്ന് പറഞ്ഞിട്ടുള്ള 38 വയസ്സുള്ള ഒരു വ്യക്തിയാണ്. അത്ഭുതകരമായിട്ടെന്ന് പറയാം. കാരണം അതായത് ഈ ലോങ് റേഞ്ച് ഫ്ലൈറ്റാണ്, ഫുള്ളി ലോഡഡ് ആണ്. അതായത് ഫ്യൂവൽ ഫുള്ളി ലോഡഡ് ആണ്. ഇൻറ്റൻസ് ഹീറ്റാണ് ആ ക്രാഷിൽ, ഭയങ്കര ചൂട്, ഈ ഫ്യൂവൽ കത്തിത്തീരുക. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇത്രയധികം ആൾക്കാർ മരണപ്പെടുന്ന സമയത്ത് ഒരാൾ മാത്രം രക്ഷപ്പെടുക എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റുവേഷൻ വളരെ അത്യപൂർവം. ഐ തിങ്ക് ഈസ് ദി ലക്കിയസ്റ്റ് പേഴ്സൺ എന്നൊക്കെ പറയാം. പുള്ളി 11A എന്ന് പറഞ്ഞിട്ടുള്ള സീറ്റിലായിരുന്നു ഇരുന്നിരുന്നത്. തൊട്ടടുത്ത ആളുടെ ബ്രദർ ഉണ്ടായിരുന്നു. എന്തോ ഒരു ശബ്ദം കേട്ട ശേഷം എക്സാക്റ്റ് ആ ഒരു എമർജൻസി എക്സിറ്റ് വിൻഡോയുടെ സൈഡിലാണ് പുള്ളി ഇരുന്നത്. എമർജൻസി എക്സിറ്റിനെ അവിടെ വെച്ചിട്ട് പ്ലെയിൻ മുറിയാണ് ഉണ്ടായത് ഫ്ലൈറ്റ്. പുള്ളി അവിടുന്ന് ചാടി ഇറങ്ങി. പുള്ളിക്ക് അതേ ഓർമ്മയുള്ളൂ. പിന്നെ ആളെ കുറച്ച് പേര് ഇതുപോലെ ഹോസ്പിറ്റലിലേക്ക് റഷ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ബോയിങ് 787 ഡ്രീം ലൈനർ, ഞാൻ കറക്റ്റാണെങ്കിൽ ഇതിൻ്റെ വൺ ഓഫ് ദി സേഫസ്റ്റ് കാരിയർ എന്നാണ് ഇതിനെ അറിയപ്പെട്ടിരുന്നത്. ഇതിൻ്റെ ഈ ഡ്രീം ലൈനറിൻ്റെ ക്രാഷിലുള്ള ഫസ്റ്റ് എവർ ഇൻസിഡൻ്റ് ആണത്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കൂടി ഞാൻ ഈ ഒരു ന്യൂസ് ഫസ്റ്റ് കേട്ട സമയത്ത് നിങ്ങൾ ഫസ്റ്റ് ഒരു ക്ലിപ്പ് കേട്ടു, ഞാൻ അതിലേക്ക് വരാം കേട്ടോ. കാരണം വെച്ചാൽ അതൊരു മലയാളം ന്യൂസ് ചാനലിൽ വന്നിട്ടുള്ള ഒരു ചെറിയൊരു ക്ലിപ്പാണ്. എന്താണ് ഈ ക്രാഷിൻ്റെ കാരണം എന്നുള്ളത് അറിയില്ല. ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മീഡിയ ആണെന്നെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും പല തിയോറീസും പുറത്തേക്ക് വിടുന്നുണ്ട്. പല ആൾക്കാർക്കും പല കാര്യങ്ങളാണ്. സ്വാഭാവികമായിട്ടും ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എതിർവശത്ത് നിന്നിരുന്ന പാകിസ്ഥാൻ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഒരു അട്ടിമറി ഉണ്ടായിരിക്കുമെന്ന് സംശയിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ നമുക്ക് എന്താ ഇതിൻ്റെ കാരണം എന്നുള്ള അറിയില്ല. കാരണം ഓരോ സിറ്റുവേഷൻ വെച്ച് നോക്കുന്ന സമയത്ത് ഈ ബോയിങ് ഡ്രീം ലൈനറിന് 2 എൻജിൻസാണ്. ഒരു എൻജിൻ ഫെയിലർ വന്നാൽ തന്നെ 2 എൻജിനും ഒരേ സമയം ഫെയിലാവുന്ന സിറ്റുവേഷൻ ഇല്ല. പിന്നെ ആകെ എന്താ വെച്ചാൽ ബേർഡ് ഹിറ്റ് കൊളീഷൻ, വല്ല പക്ഷികൾ വല്ലൊന്നും ഇടിക്കുക എന്നിട്ട് എൻജിൻ ഫെയിലറിലേക്ക് പോവുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരുന്നില്ല പറയപ്പെടുന്നു. പിന്നെ ഉച്ചയ്ക്ക് 1:40 1:50 ആയിരുന്നു സമയം. ആ സമയത്ത് അവിടെ വെതർ ഇഷ്യൂസ് ഉണ്ടായില്ല. ഏകദേശം 6 കിലോമീറ്ററോളം വ്യൂ ഉണ്ടായിരുന്നു, ഡിസ്റ്റൻസ് വ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട്. പിന്നെ പൈലറ്റിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എനിക്കൊന്ന് ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 8,500 9,000 ഏകദേശം അവേഴ്സ് ഓഫ് ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ഉള്ള പൈലറ്റായിരുന്നു. കോ പൈലറ്റിന് 1,100 അവേഴ്സ് ഫ്ലൈയിങ് എക്സ്പീരിയൻസ്. ഇത്രയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷനിൽ എങ്ങനെ ഇത് ക്രാഷ് ആവുന്നു എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ലോങ് ഡിസ്റ്റൻസ് ഫ്ലൈറ്റ് ഡ്രീം ലൈനറൊക്കെ ആവുന്ന സമയത്ത് കൺസിഡേർഡ് ടു ബി സേഫാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആവുന്ന സമയത്തും ഞാൻ ഈ ന്യൂസ് ഫസ്റ്റ് വെച്ചത്, ഞാനിത് കേട്ടിട്ടുള്ളത് ഞാൻ ആ സമയത്ത് കേട്ടത് റിപ്പബ്ലിക് അർണബിൻ്റെ ഒരു
ന്യൂസ് കണ്ട സമയത്ത് ഈ എയർ ഇന്ത്യയിലെ ഒരു ഇതിന് മുന്നേ ഏകദേശം 2024 ഓഗസ്റ്റിലാണ് തോന്നുന്നുണ്ട്, 2024 എയർ ഇന്ത്യക്ക് അഗെയിൻസ്റ്റ് ഒരു ഷോ കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്തു എന്ന് കേട്ടിട്ടുണ്ട്. അതായത് കാരണം കാണിക്കൽ നോട്ടീസ്. അതായത് അവരുടെ എമർജൻസി ഇവാക്യുവേഷൻ എക്യുപ്മെൻ്റ് ഉണ്ട്. അതായത് ഈ പുറത്തേക്ക് എമർജൻസി വരുന്ന സമയത്ത് ഇവാക്യുവേഷൻ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റിൻ്റെ എക്സ്പയറി റിലേറ്റഡ് ആയിട്ട് മാത്രമല്ല പുവർ മെയിൻ്റനൻസ് കാരണം എയർ ഇന്ത്യക്ക് ഒരു ഷോ കോസ് നോട്ടീസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് ഞാൻ കണ്ടിരുന്നു കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഞാനിന്നിപ്പോൾ ജസ്റ്റ് ഈ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് പല രീതിയിൽ, അതായത് ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് വെച്ചുതരാം ഉണ്ടോ, ഡെസ്പൈറ്റ് ബീങ് മാർക്ക്ഡ് ആസ് വൺ ഓഫ് ദി സേഫസ്റ്റ് ആൻഡ് മോസ്റ്റ്, അതായത് ഏറ്റവും സേഫ് ആൻഡ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റ് എന്ന് പറയുന്നതിന് കൂടെ തന്നെ ഡ്രീം ലൈനർ ഹാസ് ബീൻ ലിങ്ക്ഡ് ടു സെവറൽ ടെക്നിക്കൽ ഫോൾട്ട്, ഒരുപാട് ടെക്നിക്കൽ ഫോൾട്ട് ഈ ഒരു കരിയറിന് ഉണ്ടായിരുന്നു. ബോയിങ്ങിൻ്റെ ഡ്രീം ലൈനർ അസംബ്ലി ഡിഫക്ട്സ് ഉണ്ടായിരുന്നു, സേഫ്റ്റിയെ ത്രട്ടൻ ചെയ്യുന്ന ഒരുപാട് ഡിഫക്ട്സ് ഈ ഒരു ഫ്ലൈറ്റിന് ഉണ്ടായിരുന്നു, ഈ ഒരു കരിയറിന്, ഈ ഡ്രീം ലൈനറിന് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. എന്തായാലും നമുക്ക് ഓരോ ന്യൂസായിട്ട് നോക്കാം. അടുത്തൊരു ന്യൂസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, കാരണം ഇന്നൊരു ദിവസം കംപ്ലീറ്റ് ഈ വാർത്ത മാത്രമേ വരുന്നുള്ളൂ അല്ലേ. രഞ്ജിത ആർ നായർ, മലയാളി നേഴ്സ് അല്ലേ, പുള്ളിക്കാരി പിന്നെ ഈ ഒരു അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള ന്യൂസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ന്യൂസ് നോക്കിയാൽ അറിയാം, പത്തനംതിട്ട വീട്ടിൽ ഇപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അവരിവിടെ ഗവൺമെൻറ് സർവീസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് നേഴ്സാണ്. അവർ ലീവ് എടുത്തിട്ട് സാങ്ഷൻ ചെയ്തതിന് ശേഷം ലീവ് എടുത്തതിന് ശേഷം തിരിച്ചു പോവുകയാണെന്നാണ് കേട്ടിട്ടുള്ളത്. വെരി അൺഫോർച്ചുനേറ്റ് അല്ലേ. അങ്ങനെ ഒരു മലയാളി ഈ ഒരു ഇതിലുണ്ട്. പിന്നെ പറഞ്ഞു കേട്ടു ഒരുപാട് ചെറിയ കുട്ടികളുണ്ട്, അതിൽ 2 പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്. നോക്കൂ, ഞാൻ 2006 ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു തന്നല്ലോ കേട്ടോ. 2006 ഫസ്റ്റ് ഗൾഫിൽ പോകുന്നത്. അപ്പോൾ 2006 പോയി 15 വർഷം നിന്നതിന് ശേഷം തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ ലാസ്റ്റ് ഫ്ലൈറ്റ് നാട്ടിലേക്ക് വരുന്ന സമയത്ത് അതെ ഈ ടേക്ക് ഓഫിൻ്റെ സമയത്ത്, അത് ദുബായിൽ നിന്നായതുകൊണ്ട് വലിയൊരു പേടി എങ്ങനെ മാനസികമായിട്ട് വരുന്നില്ല. പക്ഷേ ഈ കോഴിക്കോട് കാലിക്കറ്റ് എയർപോർട്ടിൽ ഇറങ്ങുന്ന സമയത്ത് ഇത്ര കാലത്തെ ഫ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഇറങ്ങുന്ന സമയത്ത് ഒരു നെഞ്ചെടുപ്പാണ്. ഞാൻ ഇന്നിപ്പോൾ ഇതിങ്ങനെ ഓരോരുത്തർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഓഫീസിൽ പറഞ്ഞ സമയത്ത് പറഞ്ഞു, ഇതിങ്ങനെ അങ്ങോട്ട് വിറച്ചിട്ട് ഇതിനെങ്ങനെ പിടിച്ച് നിർത്തണം. ഇത് പിടിച്ച് നിന്ന് പിന്നെ അതൊരു ചെറിയൊരു ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു പിന്നെ ജസ്റ്റ് ആ ഒരു റൺവേയിൽ ഇങ്ങനെ തിരിയുന്ന ആ ഒരു നിമിഷമാകുമ്പോഴൊക്കെ ശരിക്കും ശ്വാസം നേരെ വീഴുള്ളൂ. എല്ലാവരുടെയും ആർക്കും ഒരു ഇതുണ്ടായി, എല്ലാവർക്കും ടെൻഷൻ ആയിരിക്കും ആ സമയത്ത്. അതേപോലെ തന്നെ ടേക്ക് ഓഫിൻ്റെ സമയത്ത് അതൊന്ന് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു സീറ്റ് ബെൽറ്റ് റിലീസ് ചെയ്യൂ എന്നുള്ള ആ ഒരു ഇത് വരുന്ന സമയത്ത് അതുവരെ മനസ്സിലൊരു ടെൻഷനാണ് അല്ലേ. ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ബോറടിപ്പിക്കല്ല, ഒരു കാര്യം കൂടി പറയണം. ഞാൻ പഠിച്ചതൊക്കെ എയർപോർട്ട് സ്കൂളിലാണ്, കാലിക്കറ്റ് എയർപോർട്ട്. അപ്പോൾ റൺവേയുടെ നേരെ താഴെയാണ് ഫ്ലൈറ്റ് അതായത് 91 കേട്ടോ. അപ്പോൾ ഈ സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു ഫ്ലൈറ്റ് എത്തിയെന്നുള്ളൂ 2:05 ഒരു എയർ ഇന്ത്യ 2:05. അപ്പോൾ ഈ സമയത്തൊക്കെ വളരെ കൗതുകത്തോടു കൂടി നോക്കി നിന്നിരുന്ന സാധനമാണ് ഈ ഒരു അത്. പിന്നെ അത് മാത്രമല്ല, ഈ മറ്റുള്ള ഏത് മീഡിയം ഓഫ് ട്രാൻസ്പോർട്ട് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഏറ്റവും സേഫസ്റ്റ് വേ ടു ട്രാവലാണ്. കാരണം അത്രയധികം അപകടങ്ങൾ ഇല്ലാത്തൊരു സിറ്റുവേഷനാണ്. ഈ ഫ്ലൈറ്റ് റേഡാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ നോക്കിയാൽ കാണാം നമ്മുടെ മുകളിൽ കൂടി എത്രത്തോളം ഫ്ലൈറ്റ് പോകുന്നുണ്ടാണ്. അത്രയും വളരെ ബിസിയാണ് എയർ ട്രാഫിക്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ വളരെ വളരെ സേഫസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടായിട്ട് കണ്ടിരുന്നൊരു സംഗതി. പക്ഷേ ഇതുപോലത്തെ ഇൻസിഡൻസ് വരുന്ന സമയത്ത് എന്താണ് കാരണം എന്നുള്ളത് ഉടനെ തന്നെ വ്യക്തമാവും. കാരണം വെച്ചാൽ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ പിന്നെ അത് ബ്ലാക്ക് ബോക്സ് ഇത് കിട്ടുന്നതോടുകൂടി എന്താണ് ഇതിൻ്റെ ഈ ഒരു പോസിബിൾ റീസൺസ് ഫോർ എ ക്രാഷ് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എന്തായാലും ഞാൻ ഫസ്റ്റ് പ്ലേ ചെയ്തിട്ടുള്ള ന്യൂസ് ഉണ്ട്. ആ ഒരു ന്യൂസ് അത് ഏത് ചാനലാണ് എന്താണെന്നുള്ളത് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ നമുക്കറിയില്ല ഇത് സത്യാവസ്ഥ. അതാ ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരുന്നവരെ സ്വാഭാവികമായിട്ടും പല തിയോറീസും ഇതിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരിക്കും. എന്തായാലും ഇന്നിപ്പോൾ പല ന്യൂസ് ചാനൽസും കൊടുക്കുന്നത് കണ്ടു. ഈ പൊങ്ങുന്ന സമയത്ത് നമ്മൾ ടെക്നിക്കലി ഇതിനെക്കുറിച്ച് പറയാൻ ആളുമല്ല, പക്ഷേ ടെക്നിക്കലി ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ ന്യൂസിൽ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും. ഈ വിങ്സിലുള്ള ആ ഫ്ലാപ്പ് കാര്യങ്ങളും അതിൻ്റെ പൊങ്ങലും താഴലും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് പല ആൾക്കാരും കണ്ട പേര്. ഞാൻ കണ്ടത് മറ്റേ റിപ്പോർട്ടർ ചാനൽ അരുൺകുമാർ പറഞ്ഞിട്ടുള്ളതാണ്. ഒരുപാട് പേര് പുള്ളി അടിയിൽ കളിയാക്കുന്നത് കണ്ടു, പക്ഷെ നമുക്കതിൻ്റെ സത്യാവസ്ഥ അറിയില്ല. ഒന്നുമില്ലാതെ എനിക്ക് തോന്നുന്നില്ല ഒരു ഇൻഫർമേഷനും കിട്ടാതെ ഇവരൊക്കെ പറയുന്നുണ്ടായിരിക്കും എന്നുള്ളത്. എന്തായാലും ഞാൻ ഇന്ന് ഇതിൽ കണ്ടിട്ടുള്ള ഫസ്റ്റ് പ്ലേ ചെയ്ത ന്യൂസിൻ്റെ ജസ്റ്റ് ബാക്കി ഒന്ന് പ്ലേ ചെയ്യാം കേട്ടോ.
മാത്രമല്ല പാകിസ്ഥാനെ സഹായിക്കുന്ന ഒട്ടനവധി തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട്. അത് പാകിസ്ഥാനുള്ളിലും അതുപോലെ തന്നെ ആഗോളതലത്തിലും പ്രവർത്തിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു വാർത്ത കേട്ടാൽ ഇതിന് പിന്നിൽ അട്ടിമറിയാണോ എന്നൊരു സംശയം ഇന്ത്യയിലുള്ള എല്ലാവരും ഉയർത്തുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആ ഒരു ചർച്ചയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നത്. പലതരത്തിലുള്ള തിയറികൾ ഈ അട്ടിമറിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ഇതിൽ ഈ എക്സ് പോലെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ഒരു ചർച്ച അത് വളരെയധികം ആശങ്കയുണ്ടാക്കുന്നതാണ്. അതായത് ഒരു മുൻ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻറ്റിൻ്റെ ചില സമൂഹ മാധ്യമ പോസ്റ്റുകൾ, അതും 2 ദിവസത്തിന് മുമ്പ് വന്ന 2 പോസ്റ്റുകളാണ് ഇപ്പോൾ ഈ വലിയ ചർച്ചാ വിഷയമാകുന്നത്. ഈ പോസ്റ്റുകൾ ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന ഒരു വലിയ ഭീകരാക്രമണത്തെക്കുറിച്ചാണ്. ആ പോസ്റ്റുകളിൽ ഒന്നാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. 9/6, അതായത് ഇന്ന് 12 2-3 ദിവസം മുമ്പാണ് ഈ പോസ്റ്റ് അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. സാറ ആഡംസ് എന്നാണ് ഇവരുടെ പേര്. ഇവരൊരു മുൻ CIA ഏജൻ്റാണ്, അമേരിക്കൻ രഹസ്യാന്വേഷണ സംഘടനയുടെ ഏജൻ്റാണ്. ദ ഇന്ത്യ അറ്റാക്ക് ഈസ് ബീയിങ് പ്ലാൻഡ് ഇൻ ആൻ AQ ക്യാമ്പ് ഇൻ ദ സൗത്ത് എന്നാണ് അവരുടെ ആദ്യ ട്വീറ്റിൽ പറയുന്നത്. AQ എന്ന അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അൽ ഖ്വയ്ദ എന്നതാണ്. ഇന്ത്യക്ക് നേരെയുള്ള ഒരു വലിയ ആക്രമണം പദ്ധതിയിടുകയാണ് ഒരു അൽ ഖ്വയ്ദ ക്യാമ്പിൽ, സൗത്തിലുള്ള ഒരു AQ ക്യാമ്പിൽ ഇത്തരത്തിൽ ഒരു ആക്രമണം പൂർണ്ണമായും പദ്ധതിയിട്ട് കഴിഞ്ഞു എന്നാണ് അവരുടെ ആദ്യ ട്വീറ്റിൽ പറയുന്നത്. രണ്ടാമത്തെ ട്വീറ്റിലും അവർ അത് ആവർത്തിച്ചിരിക്കുന്നു. അന്നേ ദിവസം തന്നെ ചെയ്ത മറ്റൊരു ട്വീറ്റാണ്. അതായത് യു ഗെറ്റ് ദ ബിഗ്ഗസ്റ്റ് അറ്റാക്ക് ദാറ്റ് ഇന്ത്യ വിൽ എവർ സീ ഓൺ ഇറ്റ്സ് സോയിൽ ഈസ് കറൻ്റ്ലി ബീങ് പ്ലാൻഡ് ഇൻ അഫ്ഗാനിസ്ഥാൻ. ഗുഡ് ലക്ക് വിത്ത് ദാറ്റ് ആൻഡ് ഗോ ഫക്ക് യുവർ സെൽഫ് എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. അതായത് ഇന്ത്യ ഇതുവരെ അതിൻ്റെ ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ആക്രമണത്തിൻ്റെ പദ്ധതി ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ് അവർ ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. അതായത് ഒരു ഇന്ത്യ വിരുദ്ധത ഈ പോസ്റ്റിനകത്തുണ്ട്. ഇന്ത്യയെ ഇത് ആക്രമിക്കാൻ പോകുന്നു എന്നൊരു ആഹ്വാനം അതിനകത്തുണ്ട്. അതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് അഹമ്മദാബാദിൽ ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ ഇന്നുണ്ടായ അപകടം ഒന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം. നിറയെ ഇന്ധനം നിറച്ച ഒരു ഫ്ലൈറ്റാണ്. ആ ഫ്ലൈറ്റ് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്നു. ആ ഫ്ലൈറ്റിനുള്ളിൽ ഓക്കെ, ഇത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള കേസ്. ഇനി ഇതിൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കോ, 2 കപ്പലുകൾ അടുത്തിടെ ഇന്ത്യയുടെ കടൽ തീരത്ത് മുങ്ങുന്ന സ്ഥിതിയുണ്ടായി. അതിൽ മാരകമായ രാസവസ്തുക്കൾ നിറച്ച കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു. അതേപോലെ ഇന്ന് വിമാനം തകർന്നു. ഇതിന് പിന്നിൽ ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പണം കൊടുത്താൽ സ്വന്തം കുടുംബത്തെ പോലും വിൽക്കാൻ തയ്യാറുള്ളവർ ഇന്ന് ഇന്ത്യയിലുണ്ട്. വളരെ വളരെ സമഗ്രമായ അന്വേഷണം ഇന്ത്യൻ ഏജൻസികൾ നടത്തണം. ഈ ന്യൂസ് വന്നിട്ടുള്ള ചാനൽ ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം ഊഹിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ത് ചാനലാണ്, എന്ത് ടൈപ്പ് ഓഫ് ചാനലാണെന്നുള്ളത്. തുടരെ ഉണ്ടാകുന്ന കപ്പൽ അപകടം, ഇപ്പോഴത്തെ വിമാന അപകടവും കേന്ദ്ര സർക്കാർ അടിയന്തരമായി അന്വേഷിക്കണം. ഇന്ത്യ ഒരു കാരണവശാലും നന്നാവാനോ സന്തോഷിക്കാനോ പാടില്ല എന്ന് കരുതുന്ന വലിയ ശത്രുക്കൾ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നു. പിന്നെ ടാറ്റ കമ്പനിയുടെ സൂദിയോ ഉപരോധിക്കാൻ പറഞ്ഞ കൂട്ടർ അത് പൊളിഞ്ഞ പക വീട്ടാനായി ടാറ്റയുടെ കീഴിലുള്ള എയർ ഇന്ത്യ ബോംബ് വെച്ച് തകർക്കില്ല എന്ന് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും? എങ്ങനെയുണ്ട്? ഈ രീതിയിലുള്ള കമൻസാണ് ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ വരുന്നത് കേട്ടോ. ഇത് അപകടത്തിൽപ്പെട്ട വിമാനത്തിൻ്റെ ഒരു മിനിയേച്ചർ മോഡലാണ്. നമ്മളതിനെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഇമേജ് ആയിട്ട് മാത്രം നിങ്ങൾ കാണുക. എവിടെയാണ് രമേഷ് വിശ്വാസ് കുമാർ ഇരുന്നത് എന്ന് ഞാൻ പ്രേക്ഷകരോട് പറയാം. എങ്ങനെയാണ് രമേഷ് വിശ്വാസ് കുമാർ ഈ അപകടത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടത്, അതിജീവിച്ചത് എങ്ങനെയാണെന്ന് നോക്കൂ. 11A എന്ന സീറ്റ് നമ്പർ ആയിരുന്നു രമേഷിൻ്റേത്. ഈ സീറ്റിൻ്റെ പ്രത്യേകത, ഇത് എക്കണോമി സീറ്റ് കഴിഞ്ഞാൽ, ആദ്യത്തെ സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന എക്കണോമി ക്ലാസ്സിലെ ആദ്യത്തെ നമ്പറായിട്ടാണ് 11 കാണുന്നത്. പ്രേക്ഷകർക്ക് കാണാം, ആ എമർജൻസി വിൻഡോ കഴിഞ്ഞു വരുന്ന ഭാഗമാണ് 11 സീരീസിൽ പറയുന്നത്. അതിൽ 11ാമത്തെ നമ്പറിലാണ് രമേഷ് ഇരുന്നത്. 11A രമേഷ് ഇരിക്കുന്നു, 11B രമേഷിൻ്റെ സഹോദരൻ ഇരിക്കുന്നു. ഈ 2 സീറ്റുകളാണ് പ്രേക്ഷകർക്ക് കാണാം. ഇതാണ് എമർജൻസി വിൻഡോ എന്ന് പറയുന്നത്. ഇതാണ് അപകടം സംഭവിച്ച അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ എയർപോർട്ട്, ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഈ എയർപോർട്ടിൽ സമയം നോക്കൂ, CCTV രേഖപ്പെടുത്തിയിരിക്കുന്ന സമയം 1 മണി കഴിഞ്ഞ് 38 മിനിറ്റ് ആണ്. നമ്മൾ ആ വീഡിയോ നമ്മളൊന്ന് ഇപ്പോൾ ചലിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. റൺവേയിലൂടെ വിമാനം വരുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. 1:38 23-ാം നമ്പർ റൺവേയിലൂടെ എയർ ഇന്ത്യ 171 എന്ന ബോയിങ് 7878 ഡ്രീം ലൈനർ വിമാനം എയർ ഇന്ത്യ ഇവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നു. 23-ാം നമ്പർ റൺവേയിലൂടെ ടേക്ക് ഓഫ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇവിടെ കാണുന്നത്. വിമാനം ടേക്ക് ഓഫ് ചെയ്തിരിക്കുന്നു. ടേക്ക് ഓഫ് ചെയ്തതിനു ശേഷം നേരെ മുകളിലേക്ക് ഉയരുന്നു.
ഏകദേശം 600 അടി ഉയരത്തിലേക്ക് വിമാനം എത്തുന്നു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. 600 അടി ഉയരത്തിലേക്ക് എത്തുമ്പോഴേക്കും വിമാനത്താവളത്തിന്റെ പരിധി ലംഘിച്ചു. പക്ഷേ അവിടെ നിന്ന് മുകളിലേക്ക് പോകുന്നതിന് പകരം നേരെ താഴേക്ക് പതിക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. നേരെ താഴേക്കാണ് ആ വിമാനം പതിക്കുന്നത്. ആ മരത്തിനും അപ്പുറത്ത് നിൽക്കുന്ന BJ മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റലിലേക്ക് ഇടിച്ചു കയറുന്നതാണ് ആ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അതിനുശേഷം വിത്തിൻ സെക്കൻഡ്സ് ഒരു അഗ്നിഗോളമായി എയർ ഇന്ത്യയുടെ 171 എന്ന ബോയിങ് 787-8 ഡ്രീം ലൈനർ സീരീസിൽപ്പെട്ട വിമാനം കത്തിച്ചമ്പലാവുന്നത് കാണാം. ഇതാണ് ആ ദൃശ്യങ്ങൾ. ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണും. അതിനുശേഷം ആ ദൃശ്യങ്ങളിൽ സംശയാസ്പദമായ 3 കാര്യങ്ങളുണ്ട് എന്ന് ചില വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമുക്കതൊന്ന് പരിശോധിക്കാം. എന്താണ് ആ ദൃശ്യങ്ങളിലുള്ളതെന്ന് ഒരിക്കൽ കൂടി ആ ദൃശ്യങ്ങളിലേക്ക് പ്രേക്ഷകരുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ഇത് വിമാനത്താവളത്തിലെ റൺവേയിൽ 1:38 ടേക്ക് ഓഫ് ചെയ്യുന്നു. ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി റൺവേയിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന വിമാനത്തിൻ്റെ ദൃശ്യങ്ങളാണ്. എയർ ഇന്ത്യ 171. ഓക്കെ, ഈ ന്യൂസ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് ഇരിക്കുന്നു. വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് അല്ലേ. പ്രാർത്ഥിക്കല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെ ഒരു വിശ്വാസമുള്ളതുകൊണ്ട് പറഞ്ഞാൽ ചില ആൾക്ക് ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല. ഞാൻ എൻ്റെ ഒരു ഇത് വെച്ച് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറും ബ്ലാക്ക് ബോക്സും കിട്ടുന്നതോടുകൂടി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ എന്താണ് ഈ ഒരു പ്ലെയിൻ ക്രാഷിൻ്റെ റിയൽ റീസൺ എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.